നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈത്തിൽ ഹൗസ് മെയ്ഡ് വിസയിൽ ജോലിയിൽ പ്രവേശിച്ച യുവതിയെ കാണാതായിട്ട് 15 ദിവസം. അമ്മയെ കണ്ടെത്തി നൽകണമെന്ന പരാതിയുമായി മകൻ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശി ഹസീന എന്ന 45 വയസ്സുകാരിയാണ് കാണാതായിട്ടുണ്ട് എന്ന് മകൻ പറയുന്നത്. അമ്മയുടെ ഫോട്ടോ സഹിതം ഇപ്പോൾ മകൻ തന്റെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും ഒക്കെ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതുവഴി മാത്രം നടത്തിയാൽ പോരാ, രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എംബസിയെ കൂടി സമീപിച്ചിരിക്കുകയാണ് ഈ കുട്ടി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിട്ടും യാതൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്ന് ദുബായിൽ ജോലി ചെയ്യുന്ന മകൻ മുഹമ്മദ് റിഷാദ് പറയുന്നു. മകന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ മാതാവ് ഹസീന 1.5 വർഷമായി കുവൈറ്റിൽ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഏപ്രിൽ 21 വൈകിട്ട് മുതൽ തന്റെ അമ്മയെ പറ്റി യാതൊരു വിവരവും ലഭിക്കുന്നില്ല. 21 വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഓൺലൈനിൽ വാട്സാപ്പിൽ അവസാനമായി കണ്ടത്. പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. സ്പോൺസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിശ്വസനീയമായ വിവരങ്ങളാണ് നൽകുന്നത്. മാതാവിനെ പോലീസിന് കൈമാറിയതായി ഒരു തവണ പറഞ്ഞിരുന്നു. പിന്നീട് ഹസീനയെ ഖത്തർ വിമാനത്താവളത്തിലേക്ക് അയച്ചതായും മെയ് 1 ഇന്ത്യയിൽ എത്തുമെന്നും അയാൾ പറഞ്ഞിരുന്നു. അതിനുശേഷം സ്പോൺസറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ജോലിക്ക് നിന്ന വീട്ടിലെ ഹൌസ് ഡ്രൈവർ പറയുന്നത് അമ്മയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെട്ട് മാതാവിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് റിഷാദ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഹസീനയെ പറ്റി യാതൊരു വിവരവും ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. മകൻ കുവൈറ്റിലുള്ളവർ മുഖേന സ്പോൺസറുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ നടത്തിയ അന്വേഷണത്തിലും സ്പോൺസർ കൃത്യമായ മറുപടി നൽകുന്നില്ല. ഇവരെ ജോലിയിൽ പ്രവേശിപ്പിച്ച ഏജന്റ് അബ്ദുൽ ഖാദറാണ്. ഇയാളും ഹസീനയുടെ മകന്റെ ചോദ്യത്തിനോ സംഘടനാ പ്രവർത്തകർക്കോ കൃത്യമായ മറുപടി നൽകുന്നില്ല. 1 മാസം മുമ്പ് ഹസീന നാട്ടിൽ പോയതായും ഇപ്പോൾ തനിക്ക് വിവരങ്ങളൊന്നും തന്നെ അറിയില്ല എന്നുമാണ് ഇയാൾ പറയുന്നത്. പോലീസ് കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് എന്തിനാണ് എന്നറിയില്ല. എന്തായാലും പോലീസ് കേസിൽ പെട്ടിട്ടുണ്ടെങ്കിലോ വിസ സംബന്ധിച്ചോ നിയമക്കുരുക്കുകൾ പെട്ടിട്ടുണ്ടെങ്കിലോ ഈ വിവരം സ്പോൺസറോ ഏജന്റോ ബന്ധുക്കളെ ധരിപ്പിക്കേണ്ടതാണ്. കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള നിയമം കർശനമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും സ്ത്രീകളെ കുവൈറ്റിൽ എത്തിച്ച് വീട്ടുജോലിക്കായി വിൽപ്പന നടത്തുന്ന സംഘത്തെ പറ്റിയും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കർശന നിയന്ത്രണമാണ് കുവൈറ്റ് സർക്കാർ പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ മലയാളികളായ നിരവധി ഏജന്റുമാർ വ്യാജ വിസ നൽകുകയും പണം തട്ടിയും മലയാളികളെ കബളിപ്പിക്കുന്നുണ്ട്. ബന്ധുക്കൾ ഏജന്റുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷിക്കുമ്പോൾ അവരുടെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ സാധാരണക്കാരായ വീട്ടമ്മമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി പരാതിയുണ്ട്. ഇത്രയും തട്ടിപ്പുകാരെ ഇന്ത്യൻ എംബസി കണ്ടെത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഹസീനയുടെ കാര്യത്തിൽ വിവരങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കളെ ധരിപ്പിക്കുന്നതിന് പകരം വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് മലയാളിയായ ഏജന്റ് ചെയ്തത്. ഇതിൽ ദുരൂഹതയുള്ളതായി മകൻ ആരോപിക്കുന്നുണ്ട്. ഈ ഏജന്റിന്റെ അറിവോടെ എന്തെങ്കിലും സംഭവിച്ചതായാണ് ഹസീനയുടെ മകൻ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യമാണ്. എന്നാൽ അവർ ഇതുവരെയും യാതൊരു മറുപടിയും ആയതോടുകൂടി ബന്ധുക്കളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇതോടെ മകനും ബന്ധുക്കളും കടുത്ത മാനസിക വിഷമത്തിലാണ്. ഉമ്മയെ കണ്ടെത്തി നൽകാൻ സന്നദ്ധ സംഘടനകളുടെ ഇടപെടൽ അഭ്യർത്ഥിക്കുകയാണ് മകൻ. എന്തായാലും ഈ മകന്റെ ആവശ്യം സംഘടനാ അംഗങ്ങൾ കേൾക്കണം. സംഘാടക അംഗങ്ങൾ അല്ലെങ്കിൽ ഈ സന്നദ്ധ സംഘടനകൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. കുവൈറ്റിലെ ഒരു നിയമപ്രകാരം വീട്ടുതടങ്കലിൽ പെടുകയാണെങ്കിൽ ആ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് എംബസിയിലേക്ക് എത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ വീട്ടിലേക്ക് പോയി ഇടിച്ചു കയറി കുട്ടികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നിയമം അവിടെ ഇല്ല. എന്തായാലും മലയാളിയായിട്ടുള്ള യുവതിയാണ്, മലപ്പുറം സ്വദേശിയാണ്. എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടണം. എംബസികൾ ഇടപെടണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്.